എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമ്മിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിവിഷൻ ക്ലാസ് 2 ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ് 1 നമ്മൾ മൊഡ്യൂൾ 1 എല്ലാ പോർഷൻസും കവർ ചെയ്തു. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ബൈ ബാക്ക്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഷെയർസ്, അങ്ങനെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ് 2 കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മൊഡ്യൂൾ 2 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, അതായത് ബാങ്കിങ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ പറഞ്ഞിരുന്നു അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററല്ല, വളരെ ലെങ്തി ആണെങ്കിലും അതിലത്തെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ സെക്കൻഡ് മൊഡ്യൂൾ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്, കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൽ എന്താ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ പബ്ലിക്കിന് ആർക്കാണോ പൈസയുടെ ആവശ്യം വരുന്നത് അവർക്ക് ബാങ്ക് ലോണായിട്ട് കൊടുക്കും. അതാണല്ലോ നമ്മുടെ ബാങ്കിലൊക്കെ നടക്കുക. അതായത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളവരുടെ കയ്യിൽ നിന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ആർക്കൊക്കെ ലോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്കൊക്കെ ലോൺ കൊടുക്കും. അങ്ങനെ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് അത് ബാങ്കിൻ്റെ ഇൻകമാണ്. അപ്പോൾ ബാങ്കിന് എന്തൊക്കെ ഇൻകമുകൾ കിട്ടുന്നുണ്ട്, എന്തൊക്കെ എക്സ്പെൻസസ് ബാങ്കിന് ഉണ്ടാവുന്നുണ്ട്, ഇതൊക്കെ കാണിക്കുന്ന ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു ബാലൻസ് ഷീറ്റും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലേക്കും കടക്കുന്നതിന് മുമ്പ് ഇതിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ലിപ്പ് സിസ്റ്റം. അപ്പോൾ എന്താണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം എന്ന് വരാം, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് സ്ലിപ്പ് സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. വളരെ ഷുവറായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ സ്ലിപ്പ് സിസ്റ്റത്തിൻ്റെ. എന്താണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് നോക്കാം. ദിസ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ഈ സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു സിസ്റ്റം ഒന്നുമല്ല, ബട്ട് എ മെത്തേഡ് ഓഫ് റാപ്പിഡ്ലി പോസ്റ്റിംഗ് എൻട്രീസ് ടു ബുക്സ് കെപ്റ്റ് ഓൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അതായത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം കീപ്പ് ചെയ്തിരിക്കുന്ന ബുക്കിലേക്ക് എൻട്രീസ് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻട്രീസ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം പോസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ ഈസ് മെയ്ഡ് ഡയറക്ട്ലി ഫ്രം സ്ലിപ്സ്. അതായത് ഈ സ്ലിപ്പ് സിസ്റ്റം പ്രകാരം ബാങ്ക്, ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ബാങ്ക് നമുക്കൊരു സ്ലിപ്പ് തരും. എങ്ങനെ സ്ലിപ്പ് തരാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വില ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ഒരു സ്ലിപ്പ് എഴുതിയിട്ട് അതിൻ്റെ പകുതി ബാങ്കിൻ്റെ കയ്യിലും വെക്കും, പകുതി നമുക്കും തരും. അതെന്തിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് അവിടെ ഉള്ളതുകൊണ്ടാണ് ആ സ്ലിപ്പ് നമുക്ക് തരുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം പോസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ ഈസ് മെയ്ഡ് ഡയറക്ട്ലി ഫ്രം സ്ലിപ്സ്. ബാങ്കിന് ഈ സ്ലിപ്സുകൾ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ്ലി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം, നോട്ട് ഫ്രം ജേർണൽ ആൻഡ് ക്യാഷ് ബുക്ക് ഇൻ ഓർഡിനറി കേസസ്. ചില ഓർഡിനറി കേസസ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ബാങ്കിന് നേരെ ഡയറക്റ്റ്ലി സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് ലെഡ്ജർ പോസ്റ്റ് ചെയ്യാം. അതിന് ജേർണൽ എൻട്രീസിൻ്റെയോ ക്യാഷ് ബുക്കിൻ്റെയോ ഒന്നും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതായത് നമുക്ക് എൻട്രീസ് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെയാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് ഒരു 4 പഠിക്കുക, ഡിസഡ്വാൻറ്റേജസ് ഒരു 3 പഠിക്കുക. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം നോക്കുക. ദർ ഈസ് നോ നീഡ് ഫോർ കീപ്പിംഗ് സബ്സിഡറി ബുക്സ്. നമ്മൾ സ്ലിപ്പ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സബ്സിഡറി ബുക്ക് കീപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് സേവ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലേബർ ഓഫ് ദ ബാങ്ക് സ്റ്റാഫ്. നമ്മളിപ്പോൾ ജേർണൽ എഴുതുക അല്ലെങ്കിൽ ജേർണൽ പോസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ലെഡ്ജർ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് ടൈമും ആവശ്യം വരും, പിന്നെ കൂടുതൽ ലേബേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. ഈ സ്ലിപ്പ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് സേവ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലേബർ. അത് നമുക്ക് സമയവും സേവ് ചെയ്യാൻ പറ്റും, ലേബേഴ്സിനെയും സേവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് ആൻഡ് എറർ. ബാങ്കിലുണ്ടാവുന്ന ഫ്രോഡുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ സ്ലിപ്പ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു.
സ്ലിപ്സ് ആർ ഹെൽപ്ഫുൾ ഇൻ ഓഡിറ്റ് വർക്ക്. ഏതൊരു കമ്പനീസിലായാലും ഏതൊരു ബാങ്കിലായാലും ഓഡിറ്റിംഗ് നടത്തുമല്ലോ, അങ്ങനെ ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ലിപ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് സ്ലിപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം നോക്കാം. സ്ലിപ്സ് മേ ബി ലോസ്റ്റ് ഓർ ഡെസ്ട്രോയിഡ് എനി ടൈം. ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്സ് ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോവാം, അല്ലെങ്കിൽ നശിച്ചു പോവാം, ഡിസ്ട്രോയ് ആയി പോവാം. രണ്ടാമത്തെ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കീപ് സ്ലിപ്സ് സേഫ്ലി ഡ്യൂ ടു ഇറ്റ്സ് ലാർജ് നമ്പേഴ്സ്. കുറേ സ്ലിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ലേബർ, ടൈം ആൻഡ് മണി ഈസ് വേസ്റ്റഡ് ഇൻ കീപ്പിംഗ് ദ സ്ലിപ്പ്. അഡ്വാൻറ്റേജസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ജേണലും ക്യാഷ് ബുക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത കാരണം കൂടുതൽ ടൈമും ലേബറൊക്കെ സേവ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്പുകൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമും മണിയും ലേബറൊക്കെ ആവശ്യം വരും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ 4 അഡ്വാൻറ്റേജസും ഇതുപോലെ ഒരു 3 ഡിസഡ്വാൻറ്റേജസും പഠിക്കുക. പിന്നെ എന്താണ് സ്ലിപ്പ് സിസ്റ്റം, 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് വരുന്നത് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ, അതായത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരിക്കും. P&L ബാലൻസ് ഷീറ്റും വരയ്ക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ബാങ്കിൻ്റെ P&L അക്കൗണ്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം 4 ഷെഡ്യൂളുകൾ വരയ്ക്കണം. P&L പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ 4 ഷെഡ്യൂൾ വരയ്ക്കണം. ഷെഡ്യൂൾ 13, ഷെഡ്യൂൾ 14, ഷെഡ്യൂൾ 15, ഷെഡ്യൂൾ 16, ഇങ്ങനെ 4 ഷെഡ്യൂളുകളാണ് P&L വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടത്. ബാക്കി 1 തൊട്ട് 12 വരെയുള്ള ഷെഡ്യൂളുകൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യം. ഓക്കെ, ഷെഡ്യൂൾ 13 ഏതൊക്കെ ഐറ്റംസ് വരും നോക്കാം. ഷെഡ്യൂൾ 13 എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഏൺഡ്, അതായത് ബാങ്കിന് ഏതൊക്കെ ഇൻട്രസ്റ്റുകൾ കിട്ടുന്നുണ്ടോ, ബാങ്ക് ഏതൊക്കെ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എല്ലാ ഇൻട്രസ്റ്റുകളും ഷെഡ്യൂൾ 13 എഴുതേണ്ടത്. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യണം. ദെൻ ഷെഡ്യൂൾ 14 അതർ ഇൻകം, അതായത് ഇൻട്രസ്റ്റ് കൂടാതെ വേറെ എന്തൊക്കെ അതർ ഇൻകം ബാങ്കിന് കിട്ടുന്നുണ്ട്. ഇപ്പം കമ്മീഷൻ, ബ്രോക്കറേജ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഇൻട്രസ്റ്റ് കൂടാതെ കിട്ടുന്ന ബാക്കിയുള്ള എല്ലാ ഇൻകമുകളും ഷെഡ്യൂൾ 14 വരും. ഷെഡ്യൂൾ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, അതായത് ബാങ്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള എന്തൊക്കെ ഇൻട്രസ്റ്റുകൾ ബാങ്ക് പേ ചെയ്തിട്ടുണ്ടോ അതാണ് ഷെഡ്യൂൾ 15 വരുന്നത്. ഷെഡ്യൂൾ 16 എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് എന്തൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളും കാര്യങ്ങളൊക്കെ വരുമോ, അതായത് ഒരു ബാങ്ക് ഓപ്പറേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ എന്തൊക്കെ എക്സ്പെൻസസ് വരും. ഇപ്പോൾ റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെയുള്ള എന്തൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ വരുമോ അതൊക്കെ നമ്മൾ ഷെഡ്യൂൾ 16 എഴുതുക. അപ്പോൾ ഇങ്ങനെ 4 ഷെഡ്യൂൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് 1 എന്ന നമ്പർ ഇട്ടിട്ട് ആദ്യം ഇൻകം എന്ന് എഴുതാം. ഇൻകം എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 13 ടോട്ടൽ, ഷെഡ്യൂൾ 13 നമ്മൾ ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൻ്റെ താഴെ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 14 ടോട്ടൽ എഴുതാം. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യാം. ദെൻ 2 നമ്പർ ഇട്ടിട്ട് എക്സ്പെൻഡിച്ചറാണ് അതിൽ വരുന്നത്. എക്സ്പെൻഡിച്ചറിൻ്റെ താഴെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 15 പ്രകാരം നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 15 ടോട്ടൽ എഴുതുക. അതിന് താഴെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതായത് ഷെഡ്യൂൾ 16 ടോട്ടൽ എഴുതുക. അതിൻ്റെ താഴെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്, അതിന് ഷെഡ്യൂൾ ഇല്ല, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസി എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസസിൻ്റെ താഴെയും എഴുതാം. എന്നിട്ട് ഇൻകം ടോട്ടൽ ചെയ്തിട്ട പോലെ തന്നെ എക്സ്പെൻസസും ടോട്ടൽ ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇൻകം കിട്ടി, എക്സ്പെൻസസും കിട്ടി. അപ്പോൾ ഇൻകം എക്സ്പെൻസസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് പ്രോഫിറ്റ് ആണോ അവിടെ ലോസ് ആണോ എന്ന് നോക്കണം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഇൻകത്തിൻ്റെ ടോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടിയ എക്സ്പെൻസസിൻ്റെ ടോട്ടൽ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതായത് നെഗറ്റീവ് ഫിഗർ ഒന്നും വരുന്നില്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്, എന്തെങ്കിലും നെഗറ്റീവ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ലോസ് ആണ്. അപ്പോൾ ആ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരിക്കും, ആ എമൗണ്ടും കൂടി എഴുതുക. എന്നിട്ട് അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ടു സ്റ്റാച്യൂട്ടറി റിസർവ്, അതായത് സ്റ്റാച്യൂട്ടറി റിസർവിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്തു അതൊരു സെർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്.
എത്രയാ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചില്ലേ, ആ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിൽ നമുക്കൊരു എമൗണ്ട് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ 25% ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫർ ടു സ്റ്റാച്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞിട്ട് കിട്ടുക. ദെൻ ബാക്കി എന്തെങ്കിലും വേറെ ഏതെങ്കിലും റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് എഴുതുക. ഇനി ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് എന്തെങ്കിലും എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി എഴുതുക. അതും കൂടി എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തപ്പോൾ ഒരു എമൗണ്ട് കിട്ടിയല്ലോ, ആ എമൗണ്ടാണ് നമ്മൾ ഇതിൻ്റെയും ഏറ്റവും അവസാനം ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതാം. ദെൻ ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞിട്ട് ആ ടോട്ടലിൽ നിന്ന് നമ്മൾ ഏതൊക്കെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ ട്രാൻസ്ഫർ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്, അതായത് ബാലൻസ് ഷീറ്റിലേക്ക് എത്രയാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് എന്നുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ 1 തൊട്ട് ഷെഡ്യൂൾ 12 വരെയുള്ള ഷെഡ്യൂളുകൾ വരയ്ക്കണം. അപ്പോൾ ഓരോന്ന് വരയ്ക്കുമ്പോഴും അത് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 1 തൊട്ട് 5 വരെയുള്ള ഓരോ ഹെഡുകളും സെപ്പറേറ്റ് അതിൻ്റെ ടോട്ടൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അസറ്റും അതുപോലെ തന്നെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഈക്വൽ ആവും. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഷെഡ്യൂൾ 12 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ P&L അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും ഷുവറായിട്ടും ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. എന്തായാലും ഈ ബാങ്കിങ് കമ്പനീസിന് ഈ P&L അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും വരും. അതെല്ലാ ക്വസ്റ്റ്യൻസും എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അടുത്ത അതിൽ വരുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബൈറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്താണ്? വെൻ എ ബാങ്ക് ഡിസ്കൗണ്ട്സ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ഗെറ്റ് ആൻ ഇൻകം കോൾഡ് ഡിസ്കൗണ്ട്. ഒരു വ്യക്തി പുറമേ നിന്ന് വന്നിട്ട് ഒരു ബില്ലും കൊണ്ടുവന്നിട്ട് അത് ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് പിടിച്ചിട്ട് ബാക്കിയുള്ളത് ആ വ്യക്തിക്ക് കൊടുക്കും. ആ കുറച്ച് എമൗണ്ട് ബാങ്ക് പിടിക്കുന്ന ആ എമൗണ്ടിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുക. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ എമൗണ്ടിനെയാണ്, കുറച്ച് എമൗണ്ട് ബാങ്ക് പിടിക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുക. അത് ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിനൊരു ഇൻകമാണ്. ദ ഹോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ മേ നോട്ട് റിലേറ്റ് ടു ദ അക്കൗണ്ടിങ് ഇയർ. അതായത് ആ ഒരു വർഷം ബാങ്കിന് കിട്ടുന്ന എല്ലാ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നതും ആ ഒരു അക്കൗണ്ടിങ് ഇയറിലത്തെ ആവണമെന്നില്ല. എ പാർട്ട് ഓഫ് ഇറ്റ് മേ റിലേറ്റ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അതിൽ ചില ഭാഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന അക്കൗണ്ടിങ് പീരീഡിലത്തെ കൂടി ഉണ്ടാവും. അതായത് മൊത്തം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇയറിലത്തെ ആവണമെന്നില്ല. വേറെ കുറച്ച് എമൗണ്ടൊക്കെ ചിലപ്പോൾ അടുത്ത വർഷത്തെയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അടുത്ത വർഷത്തെ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ നമ്മൾ സെപ്പറേറ്റ് ഒരു എൻട്രി പോലെ ആയിട്ട് എഴുതും. അതാണ് ഈ റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി നോക്കുക, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്, അതാണ് എൻട്രി വരുന്നത്. ഓക്കെ, ഇനി ഈ റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നോക്കുക, എമൗണ്ട് ഓഫ് ബില്ലിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതേ ഇൻറ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇപ്പോൾ 5% തന്നെങ്കിൽ നമ്മൾ 5/100 എഴുതുക. 6% ആണെങ്കിൽ 6/100. എത്രയാണ് നമുക്ക് റേറ്റ് തന്നിട്ടുള്ളത് അത് എഴുതുക. അതേ ഇൻറ്റു അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിങ് ഇയർ എന്നാണോ അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ എത്ര ദിവസത്തെ കൂടുതൽ ഇൻട്രസ്റ്റ്, അതായത് ഡിസ്കൗണ്ട് ബാങ്കിന് കിട്ടിയിട്ടുണ്ടോ ആ ദിവസത്തിൻ്റെ എണ്ണത്തിനെയാണ് അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറയുക. അതേ ഡിവൈഡഡ് ബൈ 365 ചെയ്യുമ്പോൾ നമുക്ക് റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് കിട്ടും. ദെൻ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതൊന്ന് നോക്കുക. If rebate on bill discounted is given in trial balance, it should be taken to balance sheet under the heading Other Liabilities and Provisions. അതായത് ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് നമുക്ക് ട്രയൽ ബാലൻസിലെ ക്വസ്റ്റ്യനിലെ ട്രയൽ ബാലൻസിനാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡില്ലേ ആ ഹെഡിലാണ് എഴുതേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് ഗിവൻ അണ്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇനി താഴെ ട്രയൽ ബാലൻസിന് ഒന്നുമല്ല, താഴെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡിൻ്റെ എമൗണ്ട് തന്നെയെന്നുണ്ടെങ്കിൽ
നമ്മളത് 2 സ്ഥലത്ത് കാണിക്കണം. ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. രണ്ടാമത് ബാലൻസ് ഷീറ്റിൽ ഈ പറഞ്ഞ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡിലും കാണിക്കണം. അപ്പോൾ ട്രയൽ ബാലൻസിൽ തന്നാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തരാണെങ്കിൽ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അതോടൊപ്പം തന്നെ ഷെഡ്യൂൾ 13 നിന്ന് ഡിഡക്റ്റും ചെയ്ത് കാണിക്കണം. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റും എന്തായാലും ഓർത്ത് വയ്ക്കുക. ഇനി ബാക്കിയുള്ള P&Lൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഒന്നും ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ ടൈമില്ലാത്ത കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുക, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പാസ് നെസസറി ജേർണൽ എൻട്രീസ് ആസ് വെൽ ആസ് ദെയർ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദ ഇയർ എൻഡഡ് 31/12/2020. അതായത് ഇതിൻ്റെ P&L ആൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ആ ഇയർ അവസാനിക്കുന്നത് 2020 ഡിസംബർ 31 നമ്മളോട് ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാൻ, അതായത് ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡിൻ്റെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഡിസ്കൗണ്ടഡ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അതായത് ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23/12/20 ഡിസംബർ 23 ബില്ലിൻ്റെ എമൗണ്ട് 50,000 രൂപ. അതിൻ്റെ കാലാവധി 3 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എന്താണ്? നമ്മുടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഇസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ 50,000 രൂപ എഴുതി, അതേ ഇൻറ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 5% തന്നിട്ടുണ്ട്. അപ്പോൾ 5/100 ചെയ്യാം. അപ്പോൾ 6% ആണെങ്കിൽ 6/100 ചെയ്യാം. 7% ആണെങ്കിൽ 7/100 ചെയ്യാം. അപ്പോൾ ഇൻറ്റു 5/100 എഴുതി, ഇൻറ്റു അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു തന്നിട്ടുള്ള ആ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ആ ദിവസം കഴിഞ്ഞ് പിന്നെ എത്ര ദിവസം നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ ആ അത്രയും ദിവസം ഡിവൈഡഡ് ബൈ 365. ആ അത്രയും ദിവസം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് ഡിസംബർ 23 ബില്ലിൻ്റെ കാലാവധി കഴിയണത് എന്നാന്ന് പറഞ്ഞാൽ 3 മാസം വരെയാണ് അതിൻ്റെ കാലാവധി. അപ്പം ഡിസംബർ 23 തൊട്ട് 3 മാസത്തേക്ക് നോക്കുക. ജനുവരി 23 1 മാസം, ഫെബ്രുവരി 23 2 മാസം, മാർച്ച് 23 3 മാസം പ്ലസ് 3 ഡേയ്സ് കൂട്ടണം. ഇപ്പം നമ്മുടെ ഏതൊരു ബില്ലിൻ്റെ ഇത് തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാലാവധി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്ര മാസമാണോ തന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒരു 3 ഡേയ്സും കൂടി ആഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഇപ്പം 4 മാസം തന്നിരുന്നുണ്ടെങ്കിൽ ആ 4 മാസത്തിൻ്റെ ഒപ്പം ഈ ഒരു 3 ദിവസം കൂടി ആഡ് ചെയ്യണം. ഈ 3 ദിവസം എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. എത്രയാണോ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ആ 3 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആ ബില്ലിൻ്റെ കാലാവധി തീരുന്നത്. അപ്പോൾ മാർച്ച് 23 ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോൾ 24, 25, 26 മാർച്ച് 26 ബില്ലിൻ്റെ കാലാവധി തീരുന്നത്. അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 31 അതിനുശേഷമുള്ള ബാക്കിയുള്ള എല്ലാ ദിവസം ബാക്കി എത്ര ദിവസം ഉണ്ടോ അതാണ് ഈ അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറയാം. ഡിസംബർ 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുക ജനുവരിയിൽ ഒരു 31 ദിവസമുണ്ട്. ഫെബ്രുവരി പിന്നെ വരുന്നത് 2021 ആയ കാരണം അതിൽ 28 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ജനുവരിയിൽ 31 ദിവസം പ്ലസ് ഫെബ്രുവരിയിൽ 28 ദിവസം പ്ലസ് മാർച്ചിൽ മാർച്ച് 26 വരെയാണ് ബില്ലിൻ്റെ കാലാവധി പ്ലസ് 26 ദിവസം കൂടി ആഡ് ചെയ്യും. അപ്പോൾ 31 പ്ലസ് 28 ഫെബ്രുവരിയിലത്തെ 26 മാർച്ചിലത്തെ മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 85 ദിവസം കൂടുതൽ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ഡിസംബർ വരെയാണ്. അത് കഴിഞ്ഞ് ഒരു 85 ദിവസത്തെയും കൂടിയും കൂടുതൽ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ ബില്ലിൻ്റെ എമൗണ്ട് അതായത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തപ്പോഴുള്ള എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 85 ഡിവൈഡഡ് ബൈ 365 ചെയ്യാം. ഓക്കെ, അൺഎക്സ്പയർഡ് പീരീഡ് ഡിവൈഡഡ് ബൈ 365. അപ്പോൾ അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഡിസംബർ കഴിഞ്ഞിട്ട് ബാക്കി എത്ര ദിവസം ഉണ്ടോ 85 ദിവസം നമ്മൾ കണ്ടുപിടിച്ചു. ആ 85 ഡിവൈഡഡ് ബൈ 365 ചെയ്യുമ്പോൾ നമുക്ക് റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കിട്ടി 582. ഇനി താഴെ 2-3 കേസ് വന്ന കാരണം അവരതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് ഒരുമിച്ച് ജേർണൽ എൻട്രി പോലെ എഴുതി. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് 582 കിട്ടിയെങ്കിൽ നമ്മൾ എങ്ങനെ എൻട്രി ചെയ്താൽ നോക്കാം. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഈ 582 എഴുതും. അപ്പം അങ്ങനെയാണ് റിബൈറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡിൻ്റെ വരുന്നത്.
റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്താണ്, അതിൻ്റെ ജേണൽ എൻട്രി, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞതൊക്കെ വളരെ ഷുവറാണ്, അത് എന്തായാലും പഠിക്കുക. ഇനി നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നോക്കണ്ട ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. കുറച്ച് അസറ്റ്സുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കായിട്ട് വരാം. നോക്കുക, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ്സ് ഫോർ ബാങ്ക് ഈസ് ലോൺ ആൻഡ് അഡ്വാൻസസ്. അതായത് ഒരു ബാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൻ്റെ ലോൺ, ബാങ്ക് കൊടുക്കുന്ന ലോണും അഡ്വാൻസസും ആണ്. Then bank loans and advances are to be classified into 2 broad categories. അങ്ങനെ ആ ബാങ്കിൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ ലോൺസും അഡ്വാൻസസും ആണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ലോൺസിനെയും അഡ്വാൻസസിനെയും 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആൻഡ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്. ഇനി നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആർ സബ് ഡിവൈഡഡ് ഇൻറ്റു 3. അത് കഴിഞ്ഞ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റിനെയും വീണ്ടും 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്, ഇത് 3ഉം പഠിക്കണം. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആർ ദോസ് വിച്ച് ഡു നോട്ട് ക്യാരി മോർ ദാൻ ദി നോർമൽ ക്രെഡിറ്റ് റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ബിസിനസ്. അതായത് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ വരാവുന്ന നോർമൽ ക്രെഡിറ്റ് റിസ്ക് അല്ലാതെ വേറെ അതിനും കൂടുതലൊന്നും ക്യാരി ചെയ്യാത്ത, നോർമൽ ക്രെഡിറ്റ് റിസ്ക് ബിസിനസ്സിൽ വരുന്ന എന്താണോ അത് വിട്ട് അതിനും കൂടുതലൊന്നും ക്യാരി ചെയ്യാത്ത അസറ്റുകളെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. ഇറ്റ് ഡു നോട്ട് ക്യാരി മോർ ദാൻ ദ നോർമൽ റിസ്ക് ഇൻ ദ ബിസിനസ്. അതായത് ബിസിനസ്സിലെ നോർമൽ റിസ്കിനേക്കാളും അപ്പുറം വേറെ ഒന്നും ആ അസറ്റുകൾ ക്യാരി ചെയ്യില്ല. They are asset which are not NPA. അത് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ല. ദെൻ രണ്ടാമത്തെ എന്താണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. ദിസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് NPA. ഇതെന്ന് പറഞ്ഞാൽ ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 12 months. അതായത് ഈ അസറ്റിൻ്റെ കാലാവധി 12 മാസത്തിനെക്കാട്ടും കുറവാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് ആർ ദോസ് വിച്ച് ഹാവ് റിമെയിൻഡ് NPA. ഈ ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാലും അതും നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. ഫോർ എ പീരീഡ് എക്സീഡിങ് 12 months. അതിൻ്റെ കാലാവധി, അതായത് ഒരു അസറ്റിൻ്റെ കാലാവധി 12 മാസത്തിനെക്കാട്ടും കൂടുതലുണ്ടെങ്കിൽ അതിനെയാണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുക. 12 മാസത്തിനെക്കാട്ടും കുറവാണെങ്കിൽ അതിനെയാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. ദെൻ നാലാമത്തെ അസറ്റ് ലോസ് അസറ്റ്. ലോസ് അസറ്റ്സ് ആർ ദോസ് assets in which loss has been identified by the bank or auditors or the RBI but the amount has not been written off wholly or partly. ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിന് ഒരു ലോസാണ് RBIയോ അല്ലെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. ആ അസറ്റ് ഒരു ലോസാണ് RBIയും ബാങ്കും ഓഡിറ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ദ എമൗണ്ട് ഹാസ് നോട്ട് ബീൻ റിട്ടേൺ ഓഫ് ഹോളി ഓർ പാർട്ട്ലി. ആ ലോസ് അസറ്റിൻ്റെ എമൗണ്ട് നമ്മൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലിയോ റിട്ടേൺ ഓഫ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അസറ്റുകളെയാണ് നമ്മൾ ലോസ് അസറ്റ് എന്ന് പറയാം. ദിസ് അസറ്റ്സ് ആർ ഇറിക്കവറബിൾ. വീണ്ടും റിക്കവർ ചെയ്യാൻ പറ്റാത്ത അസറ്റാണ് ഈ ലോസ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ അസറ്റുകളും എന്താണെന്നൊന്ന് പഠിക്കുക. അപ്പോൾ എല്ലാ അസറ്റുകളും എന്താണെന്ന് പഠിക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറഞ്ഞ പോലെ സ്ലിപ്പ് സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എന്താണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാൻ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ പ്രോബ്ലംസും, ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൽ നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇനി ഒരു 2 ക്ലാസ്സോട് കൂടിയിട്ടൊക്കെ നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.